പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അള്ളാഹു എന്ന വിഷയത്തെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്. ഖുർആനിലെ അള്ളാഹു ഒഴിവ് കിട്ടാറില്ല. ഒന്ന് രണ്ട് പ്രാവശ്യം ഞാൻ ആ ക്ലാസ്സിൽ കയറി നോക്കിയപ്പോ, നെറ്റിൽ കയറി നോക്കിയപ്പോ ചില കമന്റുകളൊക്കെ നമ്മുടെ സുഹൃത്തുക്കളെ കാണാനിടയായി. അതില് ഒരു കമന്റ്, ഇദ്ദേഹം കുറച്ച് അറബി വാക്കുകൾ അവിടെയും ഇവിടെയും ഉപയോഗിച്ച് എന്തൊക്കെ പറഞ്ഞു പോവുകയാണ്. നമ്മൾ ഒരാളുടെ അഭിപ്രായങ്ങളെയും നമ്മൾ കുറ്റം പറയേണ്ടതില്ല. നമ്മൾ നമ്മുടെ സ്ഥാനത്ത് നിന്നിട്ടാണ് ഏതൊരു വിഷയത്തെയും നമ്മൾ വീക്ഷിക്കുക. ഇപ്പൊ വർഷങ്ങളോളം നമ്മുടെ ക്ലാസ്സുകൾ ശ്രവിക്കുകയും അതിനെക്കുറിച്ച് പഠിക്കുകയും നിരന്തരം മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് നമ്മൾ ചില സൂചനകൾ നൽകിയാൽ തന്നെ അവർക്കത് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും. ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ ആ ക്ലാസ്സിൽ വിശദീകരിച്ചത് അല്ലാഹു യസ്തഹ്സിഉ ബിഹിം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് അല്ലാഹു ബിഹിം, അവരെ കൊണ്ട്, അവരുടെ പ്രവർത്തനങ്ങളെ കൊണ്ട് ആണ് ഇസ്തിഹ്സാ നടത്തുന്നത് എന്നുള്ളതാണ്. നേരെ മറിച്ച് മുനാഫിക്കീങ്ങൾ ഇന്നമാ നഹ്നു മുസ്തഹ്സിഊൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മുസ്തഹ്സിഊന ബിഹിം എന്ന് പറഞ്ഞിട്ടില്ല എന്ന് ഞാനൊരു സൂചന പറയണ്ടായി. അപ്പൊ ആ സൂചനയിൽ നിന്ന് തന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ വർഷങ്ങളായി നമ്മുടെ ക്ലാസ്സുകൾ നിരന്തരം കേട്ട് പഠിച്ച് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ആ സൂചനയിൽ നിന്ന് തന്നെ മനസ്സിലാക്കിയെടുക്കാൻ കഴിയും. അപ്പൊ അതാണ്. അല്ലാത്ത ആദ്യമായി ശ്രവിക്കുന്ന ആളുകൾക്ക് ഇതിപ്പോ എന്താ കുറച്ച് അറബി വാക്കുകൾ എന്ന്. അതാണ് നമ്മൾ ഒരാളെയും നമ്മൾ ചില അവരുടെ അഭിപ്രായങ്ങളുടെ പേരിൽ നമ്മൾ അവരെ മോശക്കാരാക്കുകയോ അവര് മോശം അഭിപ്രായങ്ങളാണ് പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അവരെ നിസ്സാരവൽക്കരിക്കേണ്ടതില്ല എന്നാണ് എൻ്റെ ഒരു വിനീതമായ അഭിപ്രായം. ഞാൻ അതിന് അതേ തലത്തില് അതേ തരത്തില് നമ്മള് പിന്നെ മുമ്പ് സിയാമുമായി ബന്ധപ്പെട്ട് ആ സിയാമിന്റെ ആയത്തുകൾ ഓരോന്നും വിശദീകരിച്ചപ്പോ വാട്സാപ്പിലാ നമ്മുടെ ഈ യൂട്യൂബിലാന്ന് എനിക്കറിയില്ല, സിയാമിന്റെ ആദ്യം മുതൽ അവസാനം വരെയുള്ള സൂറത്ത് ബഖറയിൽ വിശദീകരിക്കുന്ന എല്ലാ വചനങ്ങളും നമ്മൾ വിശദീകരിച്ച കൂട്ടത്തിൽ യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്ര എന്ന് പറയണ്ടായി. യുരീദുല്ലാഹു ലക്കുമുൽ യുസ്ര എന്നല്ല, നിങ്ങൾക്ക് അള്ളാഹു എളുപ്പമാണ് ഉദ്ദേശിക്കുന്നത് എന്നല്ല. യുരീദുല്ലാഹു ബിക്കും, നിങ്ങളെയും കൊണ്ട്. അതായത് നമ്മുടെ പ്രവർത്തനങ്ങൾ നിരന്തരമായി നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെയാണ് നമുക്ക് യുസ്ർ ഉണ്ടാക്കി തീർക്കുന്നത് എന്നാണ് അള്ളാഹു അവിടെ അതാണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് നമ്മൾ പറഞ്ഞത്, അവിടെ വിശദീകരിച്ചത്. അതിനാണ് ഒരു ബി അവിടെ കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്തത്, ലക്കും എന്ന് പറയാതെ ബിക്കും എന്നുള്ളത് പറഞ്ഞത്. ഇങ്ങനെ നിരവധി ഖുർആനിലെ ഉദാഹരണങ്ങൾ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട് പല ക്ലാസ്സുകളിലായിട്ട്. അപ്പൊ ഇത് കേട്ട് നിരന്തരം കേട്ട് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ആളുകളെ സംബന്ധിച്ച് നമ്മളൊരു സൂചന നൽകിയാൽ തന്നെ അവർക്കത് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. ഒന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഖുർആനിനെ പദാർത്ഥപരമായി നമ്മൾ മനസ്സിലാക്കരുത് എന്നുള്ളതാണ്. ആത്മീയമായ ഗ്രന്ഥത്തെ ആ തലത്തിൽ, അതിൻ്റെ ബാത്തിനിയായ, അതിൻ്റെ ആന്തരികമായ, അതിൻ്റെ ആശയപരമായ തലത്തിൽ തന്നെ ഖുർആനിനെ ആദ്യം മുതൽ അവസാനം വരെ മനസ്സിലാക്കിയെങ്കിലേ ഇതിൻ്റെ ആശയം പൂർണ്ണമായിട്ട് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് എൻ്റെ സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത്. അപ്പൊ ഇന്നിപ്പോ അതിന്റെ ഇനി ഓരോ അള്ളാഹുവിന്റെ ഗുണങ്ങൾ വന്ന ഓരോ വചനങ്ങളും നമ്മൾ വിശദീകരിക്കുന്നുണ്ട്. ഇവിടെ അവസാനിപ്പിക്കുന്നില്ല. നമുക്ക് സമയവും ആയുസ്സും കിട്ടുകയാണെങ്കിൽ അള്ളാഹുവിന്റെ ഗുണങ്ങൾ പറയുന്ന, അവൻ കോപിക്കുന്നു എന്ന് പറയുന്ന വചനങ്ങളൊക്കെ, അവൻ ശിക്ഷിക്കുന്നു എന്ന് പറയുന്ന വചനങ്ങളൊക്കെ, അങ്ങനെ അവന്റെ ഇപ്പൊ യുരീദുല്ലാഹു, അള്ളാഹു ഉദ്ദേശിക്കുന്നു എന്ന് പറയുന്ന ഗുണങ്ങളൊക്കെ, ഇങ്ങനെ അവന്റെ ഗുണങ്ങൾ പറയുന്ന ഓരോ വചനങ്ങളും നമ്മൾ പരിശോധിക്കുന്നതാണ്. നമ്മളത് ഒറ്റയടിക്ക് അന്ധമായി
ഒരു സുപ്രഭാതത്തിൽ എണീറ്റ് നിന്നിട്ട് ഇത് പറഞ്ഞതല്ല. നമ്മൾ അള്ളാഹുവിന്റെ ഈ ഗുണങ്ങൾ പറയുന്ന എല്ലാ വചനങ്ങളും ആദ്യം മുതൽ അവസാനം വരെ ഓരോന്നും സൂക്ഷ്മമായി ഇരുന്ന് പഠിച്ച് നിരീക്ഷിച്ച് പഠിച്ച് നമ്മൾ മനസ്സിലാക്കിയ ശേഷമാണ് ഇത് പറയുന്നത് എന്ന് എൻ്റെ സഹോദരങ്ങളെ മനസ്സിലാക്കിയെടുക്കണം. അല്ലാതെ ഒരു സുപ്രഭാതത്തിൽ എണീറ്റിട്ട് അള്ളാഹു എന്ന് പറയുന്നത് അവന്റെ സിഫാത്തുകള്, അവന്റെ റഹീം എന്ന് പറയുന്ന ഗുണങ്ങള് നമ്മളെ പോലെയുള്ളതല്ല എന്ന് വെറുതെ ഒരു സുപ്രഭാതത്തിൽ എണീറ്റ് നിന്ന് പറഞ്ഞതല്ല. അപ്പൊ ഇന്ന് ഞാൻ വേറൊരു വിഷയമായിട്ടാണ് വന്നിട്ടുള്ളത്. പിന്നെ അള്ളാഹുവിന്റെ ഗുണങ്ങളിലേക്ക് പറയുന്ന ആ ആയത്തുകൾ പിന്നീട് വിശദീകരിക്കാം. ഇന്ന് യൂസുഫിന്റെ ഖമീസ് എന്ന് പറയുന്ന ഒരു വിഷയവുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. യൂസുഫിന്റെ കുപ്പായം. നമ്മള് പറയുന്നത് ഏതൊരു വാക്ക് നമ്മൾ പരിശോധിക്കുമ്പോഴും അതിന് ലുഗവിയായ ഒരു അർത്ഥമുണ്ട്, ലിസാനിയായ അതിന്റെ അർത്ഥമുണ്ട്. അതിന്റെ ലുഗവിയായ അപ്പൊ കമീസ് എന്ന വാക്ക് എടുക്കുമ്പോ ലുഗത്തുൽ അറബിയിൽ എടുക്കുമ്പോ നമ്മുടെ ലുഗത്തുൽ ആദി, നമ്മുടെ സാധാരണ ആളുകൾ ഉപയോഗിക്കുന്ന അർത്ഥം എടുത്ത കുപ്പായം തന്നെയാണ്, ഷർട്ട് തന്നെയാണ് അർത്ഥം. അല്ലാന്ന് നമുക്ക് പറയാൻ പറ്റൂല. അത് ഞാൻ പല ഉദാഹരണങ്ങളിലൂടെ എൻ്റെ സഹോദരങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ സമാദ് എന്ന് പറയുന്ന ഒരു സാധാരണ അർത്ഥത ലുഗത്തിലെടുത്താല്, ലുഗത്തുൽ അറബിയിൽ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ലുഗത്തുൽ അറബി എടുത്താല് അത് ആകാശം തന്നെ കാണുള്ളൂ. ഇപ്പൊ മാ എന്ന് എടുക്കുമ്പോ സാധാരണ ഒരു ഉപയോഗത്തിൽ മാ എടുത്ത, ഇപ്പൊ അറബ് രാജ്യങ്ങളിലൊക്കെ പോയ ആളുകൾ ആരെടുത്താലും മാ എന്ന് പറയുമ്പോൾ വെള്ളമേ കിട്ടുള്ളൂ. പക്ഷെ ഖുർആനിന്റെ ആ ലിസാനിലേക്ക് കൊണ്ടുവരുമ്പോൾ, അതിന്റെ ആത്മീയമായ തലത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ അത് അവന് ജീവൻ കൊടുക്കുന്ന ജ്ഞാനമാണ് എന്നുള്ളത്. അവന്റെ റൂഹിനെ ചലിപ്പിക്കുന്ന, റൂഹിന് ജീവൻ കൊടുക്കുന്ന ആ ആത്മീയതയുടെ ജലമാണത്, ജീവജലമാണത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു. എന്ന പോലെ തന്നെ നമ്മൾ ഖമീസ് എന്ന വാക്കെടുക്കുമ്പോ, ലുഗത്തിലെടുക്കുമ്പോ അതിന് സൗബ്, വസ്ത്രം എന്നുള്ള ആ ലിബാസ് എന്നുള്ള ആ അർത്ഥം തന്നെയാണ് കിട്ടുക. അപ്പൊ സൗബും ലിബാസും ഖുർആൻ ഉപയോഗിച്ച വാക്ക് തന്നെയാണ്. അതും അതിന്റെ ആ തലത്തിലെടുക്കുമ്പോ അതല്ല എന്നുള്ളത് നമുക്കറിയാം. ഇപ്പൊ 6 സ്ഥലങ്ങളിലാണ് ഖുർആനിലെ ഈ ഖമീസ് എന്ന മുഫ്രദ്, ഈ വാക്ക് വന്നിട്ടുള്ളത്. മുഫ്രദായിക്കൊണ്ടാണ് വന്നിട്ടുള്ളത്. അത് 6ഉം വന്നിട്ടുള്ളത് സൂറത്ത് യൂസുഫിലാണ്. സൂറത്ത് യൂസുഫിലാണ് ഈ 6 വചനവും വന്നിട്ടുള്ളത്. അത് 18, 25, 26, 27, 28, 93 അങ്ങനെയൊക്കെയാണ് അതിന്റെ, എനിക്ക് ഏകദേശം അതിന്റെ നമ്പറുകൾ ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ. അപ്പൊ ഈ 6 സ്ഥലത്ത് ഒന്ന് ദമും കദിബ് കൊണ്ടാണ് ഖമീസ് വരുന്നത്. ജാഉ അല ഖമീസിഹി ബിദമിൻ കദിബിൻ എന്ന് പറയണ്ടല്ലോ. അപ്പൊ ദമും കദിബ് കൊണ്ട് കുപ്പായം വരുന്നു, കുപ്പായം കൊണ്ടുവരുന്നു അവര്. അതേ ഖമീസ് തന്നെ യൂസുഫിന്റെ ബറാഅത്തിന് ഷഹാദത്താവുന്നു, നിരപരാധിത്വത്തിന് സാക്ഷിയാവുന്നു, ഷാഹിദാവുന്നു. അതേ ഖമീസ് യാക്കൂബിന്റെ വജഹിലേക്ക് ഇടുമ്പോ യാക്കൂബിന്റെ കാഴ്ച തിരിച്ചു കിട്ടുന്നു. ഈ ഗുണങ്ങളൊക്കെയുള്ള ഖമീസ് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വസ്ത്രമായി മനസ്സിലാക്കാൻ നമുക്ക് നമ്മുടെ യുക്തിയും ബുദ്ധിയും സമ്മതിക്കുന്നില്ല. ഇത് ഇങ്ങനെ ഓരോന്നും നമ്മൾ ഇങ്ങനെ പഠനകാലം മുതൽ തന്നെ ഇതെന്താണ് അങ്ങനെ എന്നുള്ളത് നമ്മുടെ അന്വേഷണം ആയിരുന്നു. ഈ അന്വേഷണങ്ങളിലൂടെ മുന്നോട്ട് ഒരുപാട് വർഷം ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടേയിരിക്കുകയാണ്, പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഓരോ പണ്ഡിതനിൽ നിന്ന് അടുത്ത പണ്ഡിതനിലേക്ക്, ഓരോ ഗ്രന്ഥങ്ങളിൽ നിന്ന് അടുത്ത ഗ്രന്ഥങ്ങളിലേക്ക് ഇങ്ങനെ അന്വേഷണം പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് നമ്മൾ അതിന്റെ സൂഫി തലങ്ങളിലുള്ള വ്യാഖ്യാനങ്ങളിലേക്ക് നമ്മൾ എത്തിപ്പെട്ടത്. അങ്ങനെ മനസ്സിലാക്കിയപ്പോഴാണ് ഇപ്പൊ യാക്കൂബിന് ബസർ തിരിച്ചു കിട്ടിയെന്ന് പറയുമ്പോൾ നമ്മൾ അതിന്റെ ബാഹ്യമായ
കണ്ണ് എന്നുള്ള അർത്ഥത്തിനാണ് കാണുന്നത്. കണ്ണില് കാഴ്ച നഷ്ടപ്പെട്ട് കരഞ്ഞ് 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 യാക്കൂബിന്റെ കാഴ്ച നഷ്ടപ്പെട്ട് യൂസുഫിന്റെ ഷർട്ട് മുഖത്തേക്കാണ് ഇട്ടപ്പോ കാഴ്ച തിരിച്ചു കിട്ടി എന്നുള്ള ആ ഒരു മാജിക് ലെവലാണ് നമ്മൾ അന്ന് മനസ്സിലാക്കിയത്. പക്ഷെ ഈ കമീസ് എന്താണ് എന്ന് പറഞ്ഞപ്പോ കാഫ് എന്ന് പറയുന്നത് തകമ്മസ് ആണ് എന്ന് പറയുന്നത്, തകഫിയാണ് കാഫ്. ഇനി അറബി വാക്ക് പറഞ്ഞു എന്ന് പറഞ്ഞ കാഫ് എന്ന് പറഞ്ഞാൽ തകഫി എന്ന് പറഞ്ഞാൽ പിന്തുടരുക എന്നാണ്. കഫ എന്ന് പറയുന്നത് പിന്തുടരുക എന്നാണ് അതിന്റെ അർത്ഥം. പലക്കത് ആത്തൈന മൂസൽ കിതാബ വ കഫൈന എന്ന് പറഞ്ഞ കഫ എന്ന് പറയുന്നത് കഫൈന അല ആസാരിഹിം വലാ തഖഫു മാ ലൈസ, അതാണ് കഫ്. കാഫ് കാഫ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഓരോ അക്ഷരങ്ങളും പഠിപ്പിച്ചപ്പോ പറഞ്ഞിട്ടുണ്ട്. കാഫ് എന്ന് പറഞ്ഞാൽ തഖഫിയാണ്, പിന്തുടരലാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. കാഫ് എന്ന് പറയുന്നത് പിന്തുടരലാണ്. അപ്പോ മസ് എന്ന് പറയുന്നത് ഇംതിസാസ് എന്നുള്ളത് നമുക്കറിയാം. ഇംതിസാസ് എന്ന് പറഞ്ഞാല് ഒന്നിനെ തസഫിയായിട്ട് തഷറബ, ഒന്നിനെ ശുദ്ധീകരിച്ച് കുടിക്കുന്നതിനെയാണ് ഇത് പറയുക. അപ്പോ ഒരു ആശയത്തെ നമ്മള് ഇത്തിബാഴ്, അതിന്റെ അസറുകളെ ഇത്തിബാഴ്, അതിനെ തഖഫി, അതിനെ പിന്തുടരുകയും അതിനെ നമ്മൾ ഉൾക്കൊള്ളുകയും ചെയ്യുന്നതിനെയാണ് കമസ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അത്തരം ഒന്നിനെയാണ് നമ്മള്, അപ്പോൾ നിരന്തരമായി നമ്മൾ തഖഫിയാവുന്ന, നിരന്തരമായി നമ്മൾ പിന്തുടരുകയും നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു സന്ദേശത്തെ, ഒരു ആശയത്തെ, ഒരു അറിവിനെയാണ് കമീസ് എന്ന് അതിന്റെ ലിസാനിയായ തലത്തിലേക്ക് പോകുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി അതല്ലാതെ വസ്ത്രം തന്നെയാണ് എന്ന് മനസ്സിലാക്കുന്ന ആളുകൾക്ക് അങ്ങനെ മനസ്സിലാക്കാൻ, നമ്മൾ അതിന് സംവാദത്തിനോ വാശിക്കോ വൈരാഗ്യത്തിനോ തർക്കിക്കാനോ ഒന്നും നമ്മളില്ല. നമ്മൾ അതിന്റെ രണ്ട് തലവും വിശദീകരിക്കുന്നു. ആവശ്യമുള്ള ആളുകൾക്ക് ഏതാണ് അതിന്റെ യുക്തിഭദ്രമായ ആശയം എന്നുള്ളത് മനസ്സിലാക്കി അത് സ്വീകരിക്കാം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇപ്പൊ യാക്കൂബിന്റെ വജഹിലേക്ക് ഇടുന്നത് യൂസുഫിന്റെ ആശയങ്ങളാണ് എന്ന് പറയുമ്പോൾ അപ്പോഴാണ് യാക്കൂബിന് തന്റെ ബസീറത്ത് തിരിച്ചു കിട്ടുന്നത്, ബസീറാകുന്നത് അപ്പോഴാണ്. ആ ബസീറത്ത് എന്താണ് എന്നുള്ളത് നമ്മുടെ ബാഹ്യമായ കാഴ്ചയാണ് എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ഈ പ്രശ്നങ്ങൾ. ബാഹ്യമായ കാഴ്ച ഖുർആനിന്റെ ചർച്ചയേ അല്ല. ലാ യസ്തവിൽ അഅ്മ വൽ ബസീർ എന്ന് പറയുന്നത് ഈ ബാഹ്യമായ അന്ധനും ബാഹ്യമായ കാഴ്ചയുള്ളവനുമല്ല എന്നുള്ളത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. അബസവത്തവല്ല അൻജാഹുൽ അഅ്മ എന്ന് പറയുന്ന ഈ അഅ്മ, നമ്മൾ ഈ അഅ്മയെ അബ്ദുല്ലാഹിബ്നു മക്തൂമായ അന്ധനായ സഹാബിയെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോഴാണ് പ്രശ്നം വന്നത്. നമ്മൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാകുന്ന ആത്മീയമായ അന്ധതയാണ്, ആത്മീയമായ കാഴ്ചയാണ് ബസീറത്ത് എന്ന് പറയുമ്പോ ആ ആത്മീയമായ കാഴ്ചയാണ് വജ്ഹ് എന്ന് പറയുന്നത്, നമ്മുടെ ഈ ഫേസ് അല്ല. അതാണ് ഫഖീമു, അതാണ് അവിടെയൊക്കെ വിശദീകരിച്ചു പോകണം. പക്ഷെ എൻ്റെ വർഷങ്ങളായി എൻ്റെ ക്ലാസ്സുകൾ ശ്രവിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് വജുഹും വുജൂഹും ഒക്കെ നമ്മൾ നിരന്തരം വിശദീകരിച്ചതാണ്. ഖുർആനിൽ ഉടനീളം വന്ന വജുഹും വുജൂഹും വിശദീകരിച്ചത് അതാണ്. അതൊന്നും നമ്മുടെ ഈ ബാഹ്യമായ മാദ്ദിയായ പദാർത്ഥ തലത്തിലുള്ള നമ്മുടെ ഈ ഫേസ് അല്ല. ഒരാളുടെ വീക്ഷണങ്ങളാണ്, വ്യൂ ആണ് എന്ന്. അതാണ് വഖീമു വുജൂഹക്കും ഇന്ദ കുല്ലി മസ്ജിദിൻ എന്ന് പറയുമ്പോ, ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദിൽ ഹറാം എന്ന് പറയുമ്പോ, ഫഖീമു വുജൂഹക്കും ഇന്ദ കുല്ലി മസ്ജിദിൻ എന്ന് പറയുമ്പോ, ഇന്നി വജ്ഹതു വജ്ഹിയ ലില്ലദീ ഫതറനി എന്ന് പറയുമ്പോ, ഫതറ സമാവാതി വൽ അർളി എന്ന് പറയുമ്പോ, ആ ഖുർആനിലോട് ഉപയോഗിച്ച വജ്ഹ്, അത് അങ്ങനത്തെ ഒരു വജ്ഹിലേക്കാണ് നമ്മൾ മനസ്സിലാക്കിയ ഒരു ഫേസ് ഉണ്ടല്ലോ. ഫേസ്ബുക്ക് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഒരു ഫേസ്, നമ്മുടെ ആശയങ്ങൾ, നമ്മുടെ ചിന്തകൾ, നമ്മുടെ വ്യൂസ്, അതിലേക്കാണ് ഈ യൂസഫിന്റെ കമീസിനെ ഇട്ട് കിട്ടുന്നത്. അല്ലാതെ മുഖത്ത് കൊണ്ടുവന്ന് ഇടുക എന്നുള്ള അർത്ഥത്തിനല്ല.
അത് ലഭിക്കുമ്പോഴാണ് നമുക്ക് ഒരു ഉൾക്കാഴ്ച നമുക്ക് ലഭിക്കുന്നത്. അതിന് പറ്റിയ ഖമീസ് ഏതാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനിയിപ്പോ നമ്മൾ ഇതിന്റെ ഖുദ്ദമിൻ ഖുബിലിൻ ഖുദ്ദമിൻ ദുബിരിൻ എന്നൊക്കെ പറയുന്നത് മുന്നിന്നും പിന്നിന്നും കീറലല്ല. അതുപോലെ തന്നെ വജാവു, അത് യഹ്വത്ത് യൂസുഫ് സൃഷ്ടിച്ച, അതായത് യൂസുഫിന്റെ യഹ്വത്തുകൾ സൃഷ്ടിച്ച വ്യാജ ആശയങ്ങളാണ്. അതാണ് വജാവു അല ഖമീസിഹി ബിദമിൻ കദിബിൻ എന്ന് പറയുന്നത്. അപ്പൊ ദമിൻ കാദിബായ, അല്ലാതെ കള്ള രക്തം എന്ന് പറഞ്ഞിട്ട് ഒന്നുണ്ടോ? ചുവന്ന രക്തം ഉണ്ടാവും എന്ന് പറയുന്നല്ലാതെ കള്ള രക്തം എന്ന് പറയുന്നത്. അപ്പൊ ദമും കദിബ് എന്താണ്? ബ്ലഡ് തന്നെയല്ല. ദമ് എന്ന് പറയുന്ന അവര് നിരന്തരമായി അത് നിരന്തരമായി അവര് പിന്തുടരുന്ന വ്യാജ ആശയങ്ങളുമായിട്ടാണ് യൂസഫിൻ്റെതാണെന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്ന് കൊടുക്കുന്നത്. അതാണ് അവിടെ സംഭവിച്ചത്. അല്ലാതെ യൂസഫിന്റെ ഷർട്ടിൽ ചെന്നായയുടെ രക്തമാണെന്ന വ്യാജം രക്തം കലർത്തി തേച്ച് കൊണ്ടുവന്ന് കാണിച്ചു കൊടുത്തതല്ല പ്രശ്നം. അത് ഒരു ചരിത്ര സംഭവമാക്കി കൊണ്ടുവന്നതാണ് പ്രശ്നം. ഇതൊക്കെ നമ്മളിൽ ഓരോരുത്തരിലും സംഭവിക്കുന്ന പ്രശ്നങ്ങളാണ്, കാര്യങ്ങളാണ് എന്ന് മനസ്സിലാക്കിയെടുത്താൽ ഇതൊന്നും വിഷയമല്ല. യഹ്വത്ത് യൂസുഫ് എവിടെ? യൂസുഫ് എന്താണ്? ആരാണ് യൂസുഫ്? അത് നമ്മൾക്ക് രാത്രി കാലങ്ങളിൽ ഇരുന്ന് കേൾക്കാൻ പറ്റിയ ഒരു കഥയായിട്ട് നമുക്കത് മനസ്സിലാക്കിയെടുക്കാം. ഇമ്രാത്ത് യൂസുഫിൻ ഇമ്രാത്തുൽ അസീസിനെയൊക്കെ നമ്മൾ അത് പിന്നാലെ ആടി ഒപ്പം കൂടി കുപ്പായം കീറി എന്നില്ല ആ പാട്ടൊക്കെ കുട്ടിക്കാലത്ത് കേട്ടുപഠിച്ചതാണ്. സത്യത്തില് നമ്മുടെ ഉള്ളിലുള്ള ഇസ്സത്തിന്റെ ഇമ്രാത്താണ് നമ്മളെ ആ വാതിലിക്കലിൽ നിന്ന്, ജ്ഞാനത്തിന്റെ അറിവിന്റെ വാതിലിക്കലിൽ നിന്ന് തടയുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് ഈ തദ്ബീർ കൊണ്ട് തഖ്ദീദ് ചെയ്യുന്നതും തഖബ്ബുല്, അതിനെ സ്വീകരിക്കുന്ന അവസ്ഥയിൽ ആ ഖമീസിനെ തഖ്ദീദ് ചെയ്യുന്നതൊക്കെ മനസ്സിലാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കുള്ളൂ. മറ്റത് ഒരു പിന്നാലെ ഓടുന്ന ഒരു സ്ത്രീയെ നമ്മുടെ ഭാവനയിൽ നിന്ന് പിഴുതെറിയാതെ ഇത് നിങ്ങളെ എങ്ങനെ കേട്ടിട്ട് മനസ്സിലാക്കിയെടുക്കാൻ കഴിയില്ല. ആ ഒരു തകബ്ബുറിന്റെയും ഇസ്സത്തിന്റെയും ഒരു കണ്ണാടി നമ്മുടെ മിർആത്ത്, അതാണ് ഇമ്രാത്ത്. ആ ഒരു കണ്ണാടി ഓരോ മനുഷ്യന്റെയും ഉള്ളിലുണ്ട്. ആ കണ്ണാടിയാണ്, ആ മനസ്സാണ് നമ്മളെ വിജ്ഞാനത്തിന്റെ അറിവിന്റെ വാതിലിക്കൽ തടസ്സമായിട്ട് നിൽക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കാത്തിടത്തോളം കാലം അത് ഒരു സുന്ദരിയായ അസീസ് രാജാവിന്റെ ഭാര്യയായിട്ട് കാണുന്ന കാലത്തോളം നമുക്ക് ഈ ഷർട്ട് പിന്നിൽ നിന്ന് കീറുന്നതും മുന്നിൽ നിന്ന് കീറുന്നതേ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. നേരെ മറിച്ച് നമ്മളത് മനസ്സിലാക്കേണ്ടത്, ഇഖ്വത്ത് യൂസുഫ് എന്ന് പറയുന്നത്, ഇത് ഇമ്രാത്തുൽ അസീസിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇസ്സത്തിന്റെ, അതായത് ഈജിപ്തിലെ ഒരു രാജാവിന്റെ പേരായിട്ട് അസീസിനെ കാണുകയും ആ അസീസ് രാജാവിന്റെ ഭാര്യയായിട്ട് സുലൈഖയെ കാണുകയും ചെയ്ത് അത് യൂസുഫിന്റെ സൗന്ദര്യത്തിൽ ആകൃഷ്ടയായ ഒരു വനിതയായിട്ട് കാണുകയും യൂസുഫിനെ പിന്നാലെ കൂടി പിടിക്കുന്നതായിട്ട് കാണുകയും ചെയ്യുന്ന കാലത്തോളം നമ്മൾ ഖമീസിനെ ഷർട്ടായിട്ട് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. ആ ബാബിനെ നമ്മുടെ റൂമിന്റെ ഡോറായിട്ട് തന്നെ കാണാൻ കഴിയുള്ളൂ. വിജ്ഞാനത്തിന്റെ വാതായനങ്ങളായിട്ട്, അറിവിന്റെ വാതായനമായിട്ട്, ഒദ്ഖുലുൽ ബാബ സുജദ് എന്ന് പറഞ്ഞ ആ ബാബായിട്ട്, ആ വിജ്ഞാനത്തിന്റെ അറിവിന്റെ വാതിലായിട്ട് നമുക്ക് കാണാനേ കഴിയില്ല. അപ്പൊ ജ്ഞാനത്തിന്റെ, അറിവിന്റെ, ആത്മീയ ജ്ഞാനത്തിന്റെ വാതിലുക്കൽ തടസ്സമായിട്ട് പിന്നോട്ട് നമ്മളെ വലിച്ചുകൊണ്ടിരിക്കുന്നത്, നമ്മുടെ ഖമീസിനെ വലിച്ചുകൊണ്ടിരിക്കുന്ന, നമ്മൾ പിന്തുടരുന്ന അറിവിനെ വലിച്ചുകൊണ്ടിരിക്കുന്ന, അതിന്റെ പിന്നിൽ നിന്ന് വലിച്ചുകൊണ്ടിരിക്കുന്ന ആ ഇസ്സത്തിന്റെ മനസ്സ്, ബിൽ ഇസ്മി എന്ന് പറയുന്നുണ്ടല്ലോ. വൈദാ ഖീല ലഹു തഖില്ല എന്ന് പറഞ്ഞാൽ അഖദത്തുഹുൽ ഇസ്സത്തു ബിൽ ഇസ്മി. ആ ഇസ്സത്തിനെ അതാണ് അസീസ്. അതിന്റെ ഒരു കണ്ണാടി എന്റെയും നിങ്ങളുടെയൊക്കെ ഉള്ളിലുണ്ട്. അത് നമ്മളെ
പുതിയ പുതിയ അറിവിന്റെ മേഖലകളിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മൾ ഇപ്പോഴുള്ള തന്നെ മതി, എന്തിന് നിന്റെ അറിവ് തന്നെ വലിയ അറിവാണ്, അതിനെ അപ്പുറത്ത് ഇനി ഒരു അറിവില്ല എന്ന ആ അഹങ്കാരത്തിന്റെ, ആ തക്കബുറിന്റെ, ആ ഇസ്സത്തിന്റെ അത് ഇങ്ങനെ ആ മിർആത്ത് നിങ്ങളെ വലിച്ചുകൊണ്ടിരിക്കും. ഇങ്ങനെ ഇത് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കണം. അപ്പൊ വ്യാജങ്ങൾ നിർമ്മിക്കുന്ന നമ്മുടെ ഇഹുവത്തുണ്ടല്ലോ നമ്മുടെ ഉള്ളില്, അവര് ആ പാരമ്പര്യം നിരന്തരമായി പിന്തുടരുന്നു പോരുന്ന ആ വ്യാജ ഇതിനെ കൊണ്ടുവരുള്ളൂ. ഏത് യൂസുഫ് മുന്നോട്ട് വെക്കുന്ന ആ സത്യമായ ആശയത്തിന്റെയും മുകളിൽ അല കമീസിഹി, അതുകൊണ്ടേ അവർ വരുള്ളൂ. അവരതിനെ സത്യപ്പെടുത്തുള്ളൂ. അതാണ് ജാഉ എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് അതിനെക്കുറിച്ച് സൂചിപ്പിക്കാനുള്ളത്. ബാക്കി പിന്നീട് വിശദീകരിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ക്ലാസ് അവസാനിപ്പിക്കുന്നു. സലാം.